ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ദ്രനും അനുവും കൂടി ദാസാറിൻ്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രൻ പറയുകയാണ് അനുവിനോട്, നീ ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്, നാളെ തന്നെ നമുക്ക് സത്യൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് പറയുമ്പോൾ അനു പറയാണ്, തൽക്കാലം ഞാനിപ്പോൾ ആ വീട്ടിലേക്ക് വരുന്നില്ല, നാളെ എന്നെ ഇന്ദ്രേട്ടൻ വിളിക്കാൻ വേണ്ടി വന്നാൽ മതി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണ്, ഇപ്പോഴും എനിക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, അതിനൊരു ഉത്തരം കിട്ടിയ തിൻ്റെ ശേഷം മാത്രമാണ് ഞാൻ ഇന്ദ്രേട്ടൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ അതിന് സമ്മതിക്കുമോ എന്ന് അനു ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ പറയുകയാണ്, അതിനുള്ള വഴിയും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഒരു പക്ഷേ നമുക്ക് വാടക വീട്ടിലേക്ക് മാറേണ്ടി വരും എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ അനു തന്നെ ആകെ ഞെട്ടിപ്പോവുകയാണ്. അതിനൊക്കെയുള്ള ധൈര്യം ഇന്ദ്രേട്ടനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആവശ്യമെങ്കിൽ എൻ്റെ ധൈര്യം എന്താണെന്നുള്ളത് ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് ഇന്ദ്രൻ പറയുകയാണ്. ഏതായാലും സോനയും ശ്യാമും ഒരു വാടക വീട് നോക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് തൽക്കാലം നമ്മളാണോ അതോ അവരാണോ താമസം മാറേണ്ടത് എന്നുള്ള കാര്യമൊക്കെ പിന്നീട് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ദ്രൻ അനുവിനോട് പറയുന്ന സമയത്ത് അനുവിന് സന്തോഷവും സമാധാനവും വരുന്നുണ്ട്. പിന്നീട് ദയയെ ശബരിയുടെ കാരുണ്യം കൊണ്ട് സ്റ്റേഷനിൽ നിന്നും വിടാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ദയ പ്രതിയല്ല എന്നുള്ള കാര്യമൊക്കെ പോലീസ് തീരുമാനിക്കാറുണ്ട്. അപ്പോൾ ശബരി എഴുതി കൊടുത്തിട്ടുണ്ടാവും, ദയ മോഷ്ടിച്ചതല്ല, എൻ്റെ ഭാര്യയാണ് ദയ, അവൾ എൻ്റെ അനുവാദത്തോടു കൂടിയാണ് 5 ലക്ഷം രൂപ എടുത്തത്, അത് എനിക്ക് തിരികെ തന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ശബരിയും ദയൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് SI സാർ ദയോട് പറയുകയാണ്, നിങ്ങൾ ചെയ്തത് ഒരു മോഷണം തന്നെയാണ്, ആരും അറിയാതെ ആ വീട്ടിൽ നിന്നും ആരോടും ഒന്നും പറയാതെ പൈസ കൊണ്ടുപോയത് മോഷണം തന്നെയാണ്, ഗൾഫിലുള്ള ഭർത്താവിനെ വിളിച്ച് അറിയിക്കാനുള്ള മര്യാദ പോലും നിങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് സത്യത്തിൽ നിങ്ങളെ പ്രതിയാക്കി കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്, പക്ഷേ ഞാനത് ചെയ്യാത്തത് അനന്തം മാഷിനെ ഓർത്തിട്ടാണ്, മാഷിനോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ് നിന്നെ പ്രതിയാക്കാത്തത് എന്ന് പറയട്ടോ. അങ്ങനെ ദയോടും ശബരിയോടും അവിടെ നിന്ന് പോവാൻ പറയുകയാണ്. ആ സമയത്തൊക്കെ ദയ നല്ല അഹങ്കാരത്തോടു കൂടി തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്, ദയ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള മനോഭാവത്തിലാണ് നിൽക്കുന്നത്. പിന്നീട് ശബരിയും ദയയും ദാസാറിൻ്റെയും രഘുവിൻ്റെയും അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ദാസാറും രഘുവും പറയുന്നത്, നമുക്ക് എത്രയും പെട്ടെന്ന് ശബരിയുടെ വീട്ടിലേക്ക് ചെല്ലണം, ദയയുമായിട്ട് ദയ ചെയ്ത് തെറ്റ് ശബരിയുടെ അച്ഛനോട് ക്ഷമ പറയണം എന്നൊക്കെ പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ദയക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ ദയ രഘുവിനോട് അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് പറയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ കാണണം, അതുകൊണ്ട് ഞാനിപ്പോൾ എവിടേക്കും വരുന്നില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം, രഘുവേട്ടൻ കാർ എടുക്ക് എന്ന് പറഞ്ഞ് വാശിയോട് കൂടിയിട്ട് കാറിനകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. അത് കാണുന്ന സമയത്ത് ദാസാറും രഘുവും ശബരിയും ഒക്കെ ഞെട്ടി പോവുകയാണ്. അവൾക്ക് ഒരു കൂസലുമില്ല, ചെയ്തത് തെറ്റാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെയാണ് അവരുടെ പെരുമാറ്റം എന്നുള്ള ഭാവത്തിൽ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ദയ നല്ല അഹങ്കാരത്തോടു കൂടി പറയുകയാണ്, രഘുവേട്ടനോടല്ലേ പറഞ്ഞത് കാർ എടുക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം, എനിക്ക് എൻ്റെ മോനെ ഇപ്പം തന്നെ കാണണം എന്ന് പറയുകയാണ്. അപ്പോൾ ശബരിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ ശബരി പറയുകയാണ്, എനിക്കും കുറച്ച് തിരക്കുണ്ട്, എത്രയും പെട്ടെന്ന് എനിക്കും വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് ദയയെ നോക്കിയിട്ട് ശബരി ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കാറിൻ്റെ ഗ്ലാസ്സിലൂടെ ദയ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്, ശബരി പോകുന്നതും എല്ലാം തന്നെ ദയ നോക്കിയിരിക്കുകയാണ്. പിന്നീട് ദയയുമായിട്ട് നേരെ രഘു വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഒപ്പം ചീരുവും ഉണ്ടാവും. അനു ദാസാറിൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടാവും. സത്യൻ്റെ ഡ്രസ്സ് എടുക്കാൻ പിറ്റേ ദിവസം പോകുന്ന കാരണം കൊണ്ട് തന്നെ പിന്നീട് രമ്പിളിയെ കാണുന്ന സമയത്ത് ഒരു മൈൻഡും ചെയ്യാതെ ചാടിത്തുള്ളിയും കൊണ്ട് ദയ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോവുകയാണ്. അപ്പോൾ അമ്പിളി മോളെ ദയ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് കൈ അങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ്. അപ്പോൾ ചീരുവും രഘുവും കൂടി അമ്പിളിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അമ്പിളി പറയാണ്, എന്താ അവൾക്ക് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ ചീരു പറയാണ്, അവളോട് ഒന്നും ചോദിക്കേണ്ട ചേച്ചി, അവളുടെ വിചാരം നമ്മളാണ് തെറ്റ് ചെയ്ത് അവളെ സ്റ്റേഷനിലാക്കിയത് എന്ന, അവൾ ചെയ്ത തെറ്റൊന്നും അവൾ തിരിച്ചറിയുന്നത് പോലും ഇല്ല എന്ന് പറയണം, അതുകൊണ്ട് അവളോടൊന്നും ചോദിക്കാനും പറയാനും പോവേണ്ട എന്ന് പറയണം. അപ്പോൾ ഇന്ന് അച്ഛനെ വിളിക്കണ്ടല്ലേ, അച്ഛൻ ഇനി ഉണർന്നു കഴിഞ്ഞാൽ അവളോട് ഓരോന്ന് ചോദിച്ചാൽ ആ ദേഷ്യം മുഴുവനും അവൾ അച്ഛനോട് തീർക്കും, അച്ഛൻ അത് വല്ലാത്ത വിഷമമാവുമെന്ന് അമ്പിളി പറയട്ടോ. അപ്പോൾ ചീരു പറയണ, അത് ശരിയാണ് ചേച്ചി, ഇപ്പോൾ അച്ഛനെ വിളിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയട്ടോ. അങ്ങനെ ചീരുവും രഘുവും അമ്പിളിയൊക്കെ കിടക്കാൻ പോവുകയാണ്. പിന്നീട് രഘു ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പിളി അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അമ്പിളി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അപ്പോൾ ദയയുടെ പെരുമാറ്റത്തെക്കുറിച്ചും എല്ലാം തന്നെ ചോദിക്കുകയാണ്. അവൾ ചെയ്തത് തെറ്റാണെന്നുള്ള ചിന്തയൊന്നും അവൾക്കില്ല, അച്ഛനല്ലേ അവളെ കൂട്ടിക്കൊണ്ടുപോയത്, അപ്പോൾ അച്ഛൻ അവളെ രക്ഷിച്ചില്ല എന്നാണ് അവൾക്ക് തോന്നുകയുള്ളൂ, ആ ദേഷ്യം എന്തായാലും അവൾ അച്ഛനോട് തീർക്കുക തന്നെ ചെയ്യും, എന്തായാലും ദാസാറ് നാളെ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് രഘു പറയാണ്. അപ്പോൾ ദയയുടെ കാര്യത്തിൽ ദാസാറും അമ്മാവനും കൂടി സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുത്തോട്ടെ, അതാണ്
അതാണ് ഏറ്റവും നല്ലത് എന്ന് രഘു പറയാട്ടോ. അങ്ങനെ അമ്പിളിയോട് വീണ്ടും ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നം കൂടി ഒന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അമ്പിളി ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്താ രഘുവേട്ട എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ കാരണം കൊണ്ടാണ് സ്റ്റേഷനിലേക്ക് ചെന്നത്. അപ്പോഴാണ് ദയയെ കാണുന്നത് തന്നെ എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ഒന്ന് പറയും, ടെൻഷനാക്കാതെ കാര്യം പറ എന്ന് പറയുന്ന സമയത്ത് അമ്പിളിയോട് രഘു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ്. സ്റ്റേഷനിൽ നിന്നും ശബരി നേരെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് രാമനാഥൻ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും കേട്ടോ. ശബരിയുടെ കൂടെ ദയ കൂടി ഉണ്ടാവും എന്നാണ് രാമനാഥൻ കരുതി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ശബരിയെ കാണുന്ന സമയത്ത് എവിടെ ദയ, എവിടെ അവൾ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛ അവൾ സ്റ്റേഷനിൽ നിന്നും നേരെ മോനെ കാണണമെന്നും പറഞ്ഞ് വീട്ടിലേക്ക്. അപ്പോൾ മോനെ ശബരി നിനക്ക് കൂടി അവരുടെ കൂടെ പോവാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് അവളോടൊന്ന് സംസാരിക്കാൻ പോലും അവൾ സമ്മതിക്കണ്ടേ? അവൾ ഒന്നിനും നിൽക്കാൻ കൂട്ടാക്കാതെ നമ്മളെല്ലാവരും അവളോട് എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ള ഭാവത്തിലാണ് അവൾ നമ്മളോട് പെരുമാറുന്നത് തന്നെ. അങ്ങനെ പെരുമാറുന്ന അവളുടെ അടുത്തേക്ക് ഞാൻ എന്തിനാണ് അച്ഛ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാമനാഥന് ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ. ദയ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് എൻ്റെ മോൻ ശബരിയോട് പെരുമാറുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോനോട് എന്തിനാണ് അവൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ആ ഒരു ചിന്തയും വിഷമവും ഒക്കെ രാമനാഥൻ്റെ മനസ്സിലേക്ക് വരികയാണ്. പിന്നീട് സുധൻ ഇരുന്ന് കള്ള് കുടിക്കുകയാണ് കേട്ടോ. സുശീല കാണിച്ച പ്രവൃത്തിയൊക്കെ ഓർത്തിട്ടാണ് സുധൻ കള്ള് കുടിക്കുന്നത്. അപ്പോൾ അവിടേക്ക് പ്രതിഭ വരികയാണ്. എന്നിട്ട് പ്രതിഭ ചോദിക്കുകയാണ്, എന്തിനാണ് അച്ഛൻ ഇങ്ങനെ കള്ള് കുടിക്കുന്നത്? എന്നോട് അമ്മ പറഞ്ഞിരുന്നു അച്ഛനിപ്പോൾ കള്ളുകുടി കുറച്ച് കൂടിയിട്ടുണ്ടെന്ന്. എനിക്കൊരു വിഷമവുമില്ല. ഇതുവരെ സത്യേട്ടൻ്റെ ഇന്ദുവിൻ്റെയും കല്യാണം എന്നെ എങ്ങനെ അറിയിക്കും എന്നുള്ള വിഷമമായിരുന്നില്ലേ? അത് ഞാൻ അറിഞ്ഞില്ലേ. എനിക്കതിലൊരു വിഷമവുമില്ല. പിന്നെ എന്തിനാണ് അച്ഛൻ ഇങ്ങനെ കള്ള് കുടിച്ച് വെറുതെ ശരീരം ഇല്ലാതാക്കുന്നത്? ഇങ്ങനെ അച്ഛൻ തുടർന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കില്ല. ഞാനൊരു ജോലിക്ക് അന്വേഷിക്കുന്നുണ്ട്. അത് ഇവിടെ തന്നെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അച്ഛൻ ഇങ്ങനെ കള്ള് കുടിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കില്ല. ഞാൻ ഏതെങ്കിലും ദൂര സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ ഞാൻ മാസം അയച്ചു തരും. അതാണോ വേണ്ടത്? അച്ഛനൊന്ന് ചിന്തിക്ക്. അതല്ല അച്ഛൻ കള്ളുകൂടിയൊക്കെ നല്ലതുപോലെ ജീവിക്കാനാണ് അച്ഛൻ്റെ ഉദ്ദേശമെങ്കിൽ ഈ മോള് ഇവിടെ ഉണ്ടാവും എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ പ്രതിഭാഗത്തേക്ക് പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ രഘു അമ്പിളിയോട് കാര്യം പറയുകയാണ് കേട്ടോ. മഞ്ചാടിയുടെ കാര്യം പറയുകയാണ്. വിനയനെ കൊണ്ട് ആ ജീവൻ രാജും ആസിഫും വീണ്ടും വീഡിയോ ഉണ്ടാക്കുകയും അത് വെച്ച് മഞ്ചാടിയെ ഭീഷണിപ്പെടുത്തി കേസിൽ നിന്നും പിന്മാറ്റാനൊക്കെ ആയിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോഴത്തേക്കും വിനയൻ്റെ അമ്മ എന്നോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തക്ക സമയത്ത് ആൻറ്റി എന്നോട് എല്ലാ കാര്യവും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് അതിൽ നിന്നും അവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. വിനയൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അവൻ്റെ സംസാരത്തിലൊക്കെ അവൻക്ക് കുറ്റബോധമുള്ളതായി തോന്നി എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ അമ്പിളിയോട് പറയുന്നത്. അപ്പോൾ അമ്പിളിക്ക് അത് കേൾക്കുന്ന സമയത്ത് പെട്ടെന്നങ്ങ് ഷോക്കായെങ്കിലും കൂടിയിട്ട് പിന്നീട് ഒരു പ്രശ്നവുമില്ലാതെ മഞ്ചാടിയെ അതിൽ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ ഒരുപാട് ആശ്വാസമാവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ദാസാറ് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ദാസാറും മാഷും അമ്പിളിയും ചീരുവും രഘുവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മാഷാണെങ്കിലോ നിരാശയോട് കൂടിയിട്ടാണ് ദാസാറിനോട് സംസാരിക്കുന്നത്. എൻ്റെ മോളെ എൻ്റെ കൺമുന്നിൽ വെച്ചാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ആ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായതയോട് കൂടിയിട്ട് നോക്കി നിൽക്കേണ്ടി വന്നു എന്നുള്ള കാര്യം സങ്കടത്തോട് കൂടിയിട്ടാണ് ദാസാറിനോട് പറയുന്നത്. അങ്ങനെ മാഷ് പറയുകയാണ്, എൻ്റെ മോളെ എൻ്റെ കൺമുന്നിൽ വെച്ച് പോലീസുകാർ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കേണ്ടി വന്നത് അത് എൻ്റെ ഒരു പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറയട്ടോ. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ചീരുവിനും അമ്പിളിക്കൊക്കെ ഒരുപാട് വിഷമാവുന്നുണ്ട്. അപ്പോൾ ദാസാർ പറയുന്നത്, നിരാശയോട് കൂടി സംസാരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അണ്ണൻ ചെയ്തതാണ് ശരി. അണ്ണൻ നല്ല മനസ്സുകൊണ്ടാണ് ശബരിയുടെ വീട്ടിലുള്ളവരും പോലീസുകാരും ഒക്കെ ദയോട് ക്ഷമിച്ചത് തന്നെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് അനുവുമായി ഇന്ദ്രൻ സത്യൻ്റെ കല്യാണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ സുശീലയ്ക്കാണെങ്കിൽ ഒട്ടും തന്നെ അനു വരുന്നതിനോട് യോജിപ്പില്ല. ആദ്യമേ രാത്രിയിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്ദ്രനോട് അനുവിനെയൊക്കെ കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഭാനുമ്മയാണ് അതിൽ ഇടപെടുന്നത്. അനുവിനെ മാറ്റി നിർത്താനൊന്നും കഴിയില്ല, ആള് കൂടുതലാണെങ്കിൽ ഞാൻ അങ്ങ് മാറി നിന്നോളാം എന്ന് ഭാനുമ്മ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സോന പറയണ, അമ്മയും ഭാനുമ്മയും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവുമില്ല, കല്യാണ സാരിയൊക്കെ എടുക്കുമ്പോൾ ചെറുപ്പക്കാരാണ് എടുക്കേണ്ടത് എന്ന് പറയുമ്പോഴൊക്കെ സുശീലയ്ക്ക് അതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടും. അങ്ങനെ അനുവിനെ കാണുന്ന സമയത്ത് സുശീല അങ്ങനെ കുത്തുവാക്കുകൾ പറയുകയാണ്. കണ്ണുകൂടി കൂടിയിട്ടാണ് ചിലരൊക്കെ ഒട്ടിപ്പിടിക്കാൻ വന്നത് തന്നെ. എൻ്റെ മോൻ്റെ കല്യാണം മുടക്കാൻ ചിലരൊക്കെ കൂടോത്രം ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ അനുവിനെ അർത്ഥം വെച്ചിട്ടാണ് കേട്ടോ സുശീല പറയുന്നത്. അത് കേട്ടോണ്ട് നിൽക്കുന്ന ഇന്ദ്രനും സത്യനൊക്കെ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് സുശീലയുടെ സംസാരം കേൾക്കുമ്പോൾ. അപ്പോൾ ഇന്ദ്രനും സത്യനും പറയുന്നുണ്ട്, അമ്മയൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ അവർ കടയിലേക്ക് കയറാൻ വേണ്ടി
നിൽക്കുകയാണ്. അപ്പോൾ അനുവിനോട് ഇന്ദ്രൻ പറയും എന്നാൽ ശരി നമുക്ക് പോവാം എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ അനുവിൻ്റെ രമണിയെ കാണുന്നത്. അങ്ങനെ അനു രമണിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ റോഡ് സൈഡിൽ ഇളനീൻ വിറ്റുകൊണ്ടിരിക്കുകയാവും കേട്ടോ. അപ്പോൾ നേരെ അനു അങ്ങ് ചെന്നിട്ട് ചോദിക്കുകയാണ്, അല്ല രമണി ചേച്ചി നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്നങ്ങ് ചോദിക്കും. ആ സ്ത്രീ അനുവിനോട് പറയുകയാണ്, ഇല്ലല്ലോ എനിക്ക് കണ്ട പരിചയമില്ലല്ലോ എന്നങ്ങ് പറയട്ടോ. അപ്പോൾ അനു അങ്ങ് വീണ്ടും പറയുകയാണ്, എന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് വീണ്ടും ചോദിക്കേണ്ട. അപ്പോഴത്തേക്കും ഇന്ദ്രനും സത്യനും കൂടി അവിടേക്ക് വരികയാണ്. അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ അനു ഇത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, അതോ ഇന്ദ്രേട്ട ഇതാണ് ഞാൻ പറഞ്ഞ രമണി ചേച്ചി, നിങ്ങളുടെ ബന്ധു, അകന്ന ബന്ധു, അമ്മയുടെ അകന്ന ബന്ധു എന്നൊക്കെ പറഞ്ഞില്ലേ, ഇവരാണ് എന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ട് ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഇന്ദ്രനും സത്യനും രമണിയെ അങ്ങ് നോക്കുകയാണ്. അങ്ങനെ രമണിയെ കൊണ്ട് സത്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ സുശീല കാണുകയാണ് കേട്ടോ. അങ്ങനെ രമണിയെ കണ്ടതോട് കൂടിയിട്ട് സുശീല ആകെ പേടിച്ച് പരിഭ്രമിച്ച് നിൽക്കുകയാണ്. ഇന്നത്തോടു കൂടി എല്ലാവിധ കള്ളത്തരവും പൊളിയുമോ, ഞങ്ങളാണ് ഇതിൻ്റെ പുറകിലെന്നും ഹർഷയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആളെന്നുള്ളതൊക്കെ അവളെങ്ങാനും പറയുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ സുശീല അവിടെ നിൽക്കുന്നത്.